കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടരുന്നതിനിടെ തൃശൂരിലെത്തിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ VC മോഹനൻ കുന്നുമ്മൽ നേരിൽ കണ്ടു. രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഭരണപ്രതിസന്ധിയും വിവരിച്ചു. ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നും മുന്നോട്ടു പോകാനും VCക്ക് ചാൻസലറുടെ നിർദ്ദേശം. മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനും ഗവർണർ നിർദ്ദേശിച്ചു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തടക്കം എല്ലാം തനിക്കുള്ള അധികാരം ഉപയോഗിച്ചാണെന്ന് VC ആവർത്തിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്നാണ്. അതിന് സിൻഡിക്കേറ്റ് കൂടിയിട്ടില്ല. സിൻഡിക്കേറ്റ് എങ്ങനെയാണ് കൂടുക? സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം. VC കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്താത്തതിനാൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാതെ കെട്ടിക്കിടക്കുന്ന പ്രശ്നം അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കി. എന്നാൽ കേരള സർവകലാശാലയിൽ വരാത്തത് SFIയുടെ ഭീഷണി കാരണമാണെന്ന് VC ആരോപിക്കുന്നു. അതിന് പേടിയൊന്നുമില്ല. പക്ഷേ VC വന്നു കഴിഞ്ഞാൽ VCയെ സംരക്ഷിക്കാൻ പോലീസുകാർ ശക്തിയായിട്ട് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ തല്ലുണ്ടാകും. അപ്പോൾ തല്ല് പോലീസിന് കിട്ടും. തല്ല് പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ടാവും. ഈ ഗുണ്ടകൾ തല്ലിൻ്റെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെടും. എനിക്കവിടെ കയറാൻ അനുവാദം കിട്ടിയാൽ ഈ 400 സർട്ടിഫിക്കറ്റുകളും ഒറ്റ നിമിഷം കൊണ്ട് ഒപ്പിടാൻ പറ്റും. അതിനുള്ള യന്ത്ര സംവിധാനം അവിടെ ഉണ്ട്. ഇപ്പം 2000, 3000 എന്നൊക്കെ പറയുന്നത് ഈ പരീക്ഷ എഴുതാത്ത ആളുകളാണ്. എന്നാൽ VCയുടെ ആരോപണത്തെ SFI പരിഹാസത്തോടെയാണ് നേരിട്ടത്. പ്രതിഷേധം അവകാശമാണെന്നും വിദ്യാർത്ഥികളെ കേൾക്കേണ്ട VC ഒളിച്ചിരിക്കുന്നതായും SFI. ആ പതാക കെട്ടാൻ വേണ്ടി ഒരു കമ്പ് ഉപയോഗിച്ചു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ആയുധങ്ങളുമായിട്ടാണോ ഞങ്ങളിവിടെ നിൽക്കുന്നത്? SFIക്കാരൻ്റെ ശക്തിമത്തായ ഒരു പ്രകടനം കണ്ടാൽ പേടിച്ചു പോകുന്ന ആളാണ് വൈസ് ചാൻസലറെങ്കിൽ പിന്നെ ഈ പണിക്ക് അദ്ദേഹം നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? VC സർവകലാശാല ആസ്ഥാനത്തെത്തിയാൽ പ്രതിഷേധം തുടരുമെന്നും SFI വ്യക്തമാക്കി. പിന്തുണയുമായി സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങളും VCക്കെതിരായ കളത്തിന് ശക്തി പകരുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.